1476. KL 1476. വെൽക്കം ബാക്ക്. റേഡിയോ കേരളം 1476 AM. ഞാൻ ജോബിയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത്. അങ്ങനെ ഇനി കുറച്ച് സമയം നമ്മൾ സോഷ്യൽ മീഡിയയിലും ലൈവായിട്ടുണ്ട്. കാരണം റേഡിയോ ക്ലിനിക്കിൻ്റെ ടൈമാണ്. അപ്പോൾ നമുക്ക് പോവാം റേഡിയോ ക്ലിനിക്കിലേക്ക്. Radio Clinic brought to you by NMC Medical Center. Shabda, Ajman and Rasa Khaima. Delivering personalized care that matters. വെൽക്കം ബാക്ക്. അപ്പോൾ റേഡിയോ ക്ലിനിക്കിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഡോക്ടർ ജെന്നിഫർ ജോസഫാണ്, ഒപ്തമോളജിസ്റ്റ്. ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു ആഴ്ചയുടെ തുടക്കമാണ്. അപ്പോൾ തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് നമുക്ക് റേഡിയോ ക്ലിനിക്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണുകളെ കുറിച്ചാണ് കൂടുതലും ചോദിക്കുന്നത്. ഡ്രൈ ഐ, അതിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. എന്താണ് ഡ്രൈ ഐ എന്ന് പറയുന്നത്? ഓക്കെ, ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ കണ്ണുകളുടെ വരൾച്ച എന്ന് പറയും. അത് ആക്ച്വലി ഇപ്പം നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ഇപ്പം കണ്ണിൻ്റെത്. അപ്പം ഡ്രൈ ഐ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ കണ്ണുനീരിൻ്റെ കുറവ് മാത്രമല്ല, അതൊരു മൾട്ടി ഫാക്ടോറിയൽ ഒരു ഡിസീസായിട്ടാണ് ഇപ്പം അത് കാണുന്നത്. അത് നമ്മുടെ കണ്ണുനീര് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാക്രിമൽ ഗ്ലാൻസ് എന്ന് പറഞ്ഞ ഗ്രന്ഥികളിൽ നിന്നാണ്. ഈ കണ്ണുനീരിന് ടിയർ ഫിലിം എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. ടിയർ ഫിലിം ഇൻസ്റ്റെബിലിറ്റിയാണ് ഇപ്പം മെയിനായിട്ട് ഡ്രൈ ഐ അതിൻ്റെ ഒരു മെയിൻ കോസേറ്റീവ് ഫാക്ടർ നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ടിയർ ഫിലിം അല്ലെങ്കിൽ ടിയർ ഫിലിം ഇൻസ്റ്റെബിലിറ്റി എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ടിയർ ഫിലിമിന് ബേസിക്കലി 3 ലെയേഴ്സാണ് ഉള്ളത്. അതിന് ലിപ്പിഡ് ലെയർ ഉണ്ട്, വിച്ച് ഇസ് ദി ഔട്ടർമോസ്റ്റ് ലെയർ. പിന്നെ ഒരു മിഡിൽ ലെയർ ഉണ്ട്, മ്യൂസിൻ ലെയർ. പിന്നെ ഒരു ആക്വസ് ലെയർ ഉണ്ട്. ഈ 3 ലെയർ, അതായത് പാളികളിൽ എന്തെങ്കിലും ഒരു കുറവോ എന്തെങ്കിലും ഒരു വ്യതിയാനമോ വരുവാണെങ്കിൽ അതിനാലാണ് ടിയർ ഫിലിം ഇൻസ്റ്റെബിലിറ്റി വരുന്നത്. അപ്പം ഇതിങ്ങനെ വരാനായിട്ട് പല കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പം അത് ഒന്നൊന്നായിട്ട് പറയുവാണെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്, കോസസും ഉണ്ട്. അപ്പം ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് എൻവയറമെൻ്റൽ ഫാക്ടേഴ്സാണ്. അതായത് ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ UAE ഒരു അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റിലും നമ്മൾ ഏറ്റവും കൂടുതൽ എയർ കണ്ടീഷൻ റൂമിലാണ് ഇരിക്കുന്നത്. അപ്പം എയർ കണ്ടീഷൻ റൂമിൽ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ മോയ്സ്ചർ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ആ മോയ്സ്ചർ എയർ കണ്ടീഷൻ വലിച്ചെടുക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഔട്ടർ ലെയർ പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട്. അപ്പം മേബോമിയൻ ഗ്ലാൻഡ് ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ദർ ഇസ് സംതിങ് റോങ് വിത്ത് ദീസ് മേബോമിയൻ ഗ്ലാൻഡ്സ്. അപ്പം ആ മേബോമിയൻ ഗ്ലാൻസിനെ എഫക്റ്റ് ചെയ്യുന്ന പല കാരണങ്ങളുണ്ട്. ഇൻഫ്ലമേഷൻസ് ആവാം, ഡിസീസസ് ആവാം. ആ കാരണം കൊണ്ട് നമുക്ക് മേബോമിയൻ ഗ്ലാൻസ് ഡിസ്ഫങ്ഷൻ വന്നിട്ട് നമുക്ക് ടിയർ ഫിലിമിൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവാം. പിന്നെ ഉള്ളത്, പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ കോസാണ് ബാക്കി ഡിസീസസുമായിട്ടുള്ള അസോസിയേഷൻസ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഏറ്റവും കോമൺ ഡയബറ്റിസ് അല്ലെങ്കിൽ അഥവാ പ്രമേഹം. അപ്പം ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് ആ ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ ദീർഘകാലം കൂടുതൽ ബ്ലഡ് ഷുഗർ ലെവൽ കൂടി നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ രക്തക്കുഴലുകൾ, കണ്ണിൻ്റെയും ലാക്രിമൽ ഗ്ലാൻസിൻ്റെയും രക്തക്കുഴലുകളിൽ വരുന്ന ചേഞ്ചസും പ്രശ്നങ്ങളും കാരണം നമുക്ക് ഡ്രൈ ഐസ് വരാം. പിന്നെ ഉള്ളത് തൈറോയിഡ് പ്രോബ്ലംസ് ആണ്. അതും നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഹൈപ്പർ തൈറോയിഡിസം ആക്ച്വലി കോസസ് തൈറോയിഡ് ഐ ഡിസീസ്. അപ്പം ഈ തൈറോയിഡ് ഐ ഡിസീസ് വരുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഈ ഹൈപ്പർ തൈറോയിഡ് ഹോർമോണ് അതിൻ്റെ അളവ് കൂടുതലുള്ള ആൾക്കാർക്ക് ചിലരെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പം അവരുടെ കണ്ണിങ്ങനെ പുറത്തോട്ട് തള്ളിയിരിക്കുന്ന പോലെ കാണാം. ദാറ്റ് ഈസ് കോൾഡ് പ്രോപ്റ്റോസിസ്. പിന്നെ ലിഡ് റിട്രാക്ഷൻ, അതായത് നമ്മുടെ കണ്ണിൻ്റെ പോളകൾ ഇങ്ങനെ വലിഞ്ഞിരിക്കും. നോർമൽ പൊസിഷനിൽ നിന്നും ആ ഒരു ഡിഫറൻസ് കാണാം. അപ്പം ഈ 2 കണ്ടീഷൻസ് ഉള്ളപ്പം യോർ ഐ ബോൾ ഓർ യോർ കോർണിയ ഇസ് എക്സ്പോസ്ഡ്. അപ്പോൾ ആ എക്സ്പോഷർ കാരണം നമുക്ക് ഡ്രൈനെസ് വരാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറെയും സിസ്റ്റമിക് ഡിസീസസ് ഉണ്ട്, അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. അതും ഡ്രൈ ഐസുമായിട്ട് ഒത്തിരി ക്ലോസ് അസോസിയേഷൻസ് ഉണ്ട്. ഇപ്പം വാദം അഥവാ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് കൂടുതൽ ചാൻസസ് ആണ് ഓഫ് ദം ഹാവിങ് ഡ്രൈ ഐ ഡിസീസസ്. വേറെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ട്, ലൈക്ക് ജോഗ്രൻ സിൻഡ്രോം, അതായത് നമ്മുടെ സലൈവറി ഗ്ലാൻസ്, നമ്മുടെ ഉമ്മുനീര്
പുറപ്പെടുവിക്കുന്ന ഗ്ലാൻസ് ഉണ്ട്, സലൈവറി ഗ്ലാൻസ്. അപ്പം ആ ഗ്ലാൻസിന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എഫക്റ്റ് ചെയ്യുമ്പോഴാണ് ജോഗ്രൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ. അപ്പം അതിൻ്റെ കൂടെ തന്നെ അസോസിയേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ഡ്രൈ ഐ ഡിസീസസ് വരാം. പിന്നെ ഉള്ളത് വിറ്റമിൻ ഡെഫിഷ്യൻസീസ്, വിറ്റമിൻ എ ഡെഫിഷ്യൻസി, വിറ്റമിൻ B12 ഡെഫിഷ്യൻസി, വിറ്റമിൻ D ഡെഫിഷ്യൻസി. വിറ്റമിൻ ഡെഫിഷ്യൻസീസ് ഓൾസോ കോസസ് ഡ്രൈ ഐ ഡിസീസസ്. പിന്നെ പ്രീവിയസ് സർജറീസ്, അതായത് നമ്മുടെ കണ്ണിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സർജറികൾ, അത് ഇപ്പം ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് ലേസിക് ശസ്ത്രക്രിയ, അതായത് റിഫ്രാക്റ്റീവ് സർജറി, നമ്മുടെ ഗ്ലാസ് കറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സർജറീസ്. അപ്പം ആ സർജറിക്ക് ശേഷം നമുക്ക് ഡ്രൈനെസ് ഇൻക്രീസ് ആവും അപ് ടു മോർ ദാൻ എ നോർമൽ പേഴ്സൺ. പിന്നെ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നത്, അതിനുശേഷവും നമുക്ക് ഡ്രൈനെസ് കൂടുതലുണ്ടാവും. പിന്നെ സ്ക്വിൻറ്റ് സർജറീസ്, അതായത് കോങ്കണ്ണൻ്റെ സർജറീസ്. അപ്പം ഈ സർജറീസ് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൺജങ്ക്ടൈവ ഇസ് എക്സ്പോസ്ഡ്, നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു സർജറിയുടെ സമയത്ത്. സോ ഓൾ ദാറ്റ് ക്യാൻ കോസ് സ്മോൾ സ്മോൾ ഡാമേജസ്. അതിൻ്റെ വ്യതിയാനങ്ങളാണ് ഡ്രൈ ഐസിലേക്ക് ലീഡ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഈ ഡെയിലി കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മുടെ കണ്ണുകളെ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, സംരക്ഷിക്കേണ്ടത്? ഓക്കെ, ഡെയിലി കെയർ പറയുമ്പോഴാണ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ഒരു റിസ്ക് ഫാക്ടറും കൂടി ഉണ്ട്, അതാണ് ഇൻക്രീസ്ഡ് യൂസേജ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഗാഡ്ജറ്റ്സ് ആൻഡ് മൊബൈൽ ഫോൺസ്. ഇപ്പം പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് ഇറയിൽ ബിക്കോസ് ഓഫ് ലോക്ക്ഡൗൺ ആൻഡ് എവറിത്തിങ് ഒത്തിരി ആൾക്കാർ ദേ ബിക്കെയിം ഡിപ്പെൻഡൻറ്റ് ഓൺ സിസ്റ്റംസ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് എവറിത്തിങ്. അപ്പം ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം വെൻ യു ആർ ലുക്കിംഗ് അറ്റ് എ സിസ്റ്റം, വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്കൊരു നോർമൽ ബ്ലിങ്കിങ് മെക്കാനിസം ഉണ്ട്, ദാറ്റ്സ് നാച്ചുറൽ. അപ്പം നമ്മൾ ഫോർ എ ലോങ് പ്രൊലോങ്ഡ് പീരിയഡ് ഓഫ് ടൈം നമ്മളൊരു സിസ്റ്റം നോക്കിക്കൊണ്ടിരിക്കുമ്പം വി ആർ നോട്ട് ബ്ലിങ്കിങ്. ആ ഒരു ബ്ലിങ്കിങ്ങിൻ്റെ ഫ്രീക്വൻസി കുറയുമ്പം ഓട്ടോമാറ്റിക്കലി ആർ ഐ ബിക്കംസ് എക്സ്പോസ്ഡ് ആൻഡ് ദാറ്റ് ലീഡ്സ് ടു dryness of the eyes. അപ്പം one thing which we can prevent is take breaks when you're using a computer or a system. Usually പറയുന്നത് every 20 minutes take a break. ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് തിരിച്ച് മൊബൈലിലേക്ക് അല്ല നോക്കേണ്ടത്. ലുക്ക് away from these gadgets and look far away. Give your eyes a break so that the blinking, the natural blinking mechanism comes in and which can help in circulation of the tears which get secreted from the lacrimal glands. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇടയ്ക്ക് നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ സിസ്റ്റോ അല്ലെങ്കിൽ മൊബൈലോ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തന്നെ ഇടയ്ക്ക് ഒരു റെസ്റ്റ് കൊടുക്കുക, പുറത്ത് ദൂരെ എവിടേക്കെങ്കിലും നോക്കുക, കണ്ണ് നന്നായിട്ടൊന്ന് ബ്ലിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നല്ലൊരു കെയറിങ് ആണ് കണ്ണിന്. മറ്റൊരു കാര്യം കൂടെ, ഈ ഒരു ഡ്രൈനെസ്സിൻ്റെ ഭാഗമായിട്ടാണോ നമ്മൾ ഒരുപാട് സമയം സിസ്റ്റത്തിലൊക്കെ നോക്കിയിരുന്നത്, നമ്മൾ വേറൊരു പോയിന്റിലേക്ക്, ഇപ്പോൾ ഞാൻ ഡോക്ടറുടെ മുഖത്തേക്ക് തന്നെ നോക്കുമ്പോൾ നമുക്കൊരു ഒരു വല്ലാത്തൊരു തടസ്സം, ഒരു അസ്വസ്ഥത തോന്നും. അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണോ? പലരും നേരിടുന്നൊരു പ്രശ്നമാണത്. യെസ്, ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പം എങ്ങനെയാണ് നമ്മുടെ അടുത്തൊരു പേഷ്യൻറ്റ് ഡ്രൈനെസ്സുമായിട്ട് വരുന്നത്. ഇപ്പം പേഷ്യൻറ്റ് നമ്മുടെ അടുത്ത് വന്ന് പറയില്ല, ഡോക്ടറെ എൻ്റെ കണ്ണിൽ ഭയങ്കര ഡ്രൈനെസ് ഉണ്ട്, അങ്ങനെ ഒരിക്കലും നമ്മുടെ അടുത്ത് പറയില്ല. അപ്പം വാട്ട് വിൽ ദ പേഷ്യൻറ്റ് കം ടു യു വിത്ത്, വാട്ട് ആർ ദ കംപ്ലയിൻറ്റ്സ്? അപ്പം ഇറ്റ് ക്യാൻ ബി ഒരു കോമൺ കംപ്ലയിൻ്റ് ആണ് കണ്ണിന് ഭയങ്കര പുകച്ചൽ ഫീൽ ചെയ്യുന്നു, ഇല്ലെങ്കിൽ കണ്ണിൽ ഭയങ്കര ഹെവിനെസ് ആയിട്ട് തോന്നുന്നു, ഇല്ലെങ്കിൽ കണ്ണിന് വേദനയുണ്ട്, ഇല്ലെങ്കിൽ ഒരു മങ്ങലായിട്ട് തോന്നും. ചില സമയം ഇങ്ങനെ കുറേ നേരം ഒരു സ്ഥലത്ത് തന്നെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്നൊരു മങ്ങൽ പോലെ തോന്നുന്നു, കണ്ണടച്ചിട്ട് തുറക്കുമ്പം ആ മങ്ങൽ മാറുന്നുണ്ട്. സോ ദീസ് ആർ ദ, പിന്നെ റെഡ്നെസ് കാണും. ഇൻഫ്ലമേറ്ററി കോസസ് കാരണമാണ് നമുക്ക് ഡ്രൈനെസ് വരുന്നതെങ്കിൽ കണ്ണിന് ഭയങ്കര റെഡ്നെസ്സും വേദനയും പിന്നെ ഇൻക്രീസ്ഡ് ടിയറിങ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ അടുത്ത് പേഷ്യൻ്റ് കോമൺ ആയിട്ട് വരുന്ന പ്രസന്റേഷൻസ്. ഓക്കെ, ഇപ്പോൾ ഇത് പ്രസന്റ് ചെയ്യാനുള്ളൊരു മടി പോലത്തെ, ഇത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഡ്രൈനെസ് ആണെന്നുള്ളത്? ഓക്കെ, അതിന് ആദ്യം വി ഷുഡ് ബി അവെയർ. നമ്മൾക്ക് ഒരു അവെയർനെസ് ഉണ്ടാവണം ദാറ്റ് വാട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. ഇപ്പം നമ്മൾ ഇപ്പം IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ സമയം സിസ്റ്റം യൂസ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ദേ ഷുഡ് നോ ദാറ്റ് ദേ ഷുഡ് ബി ടേക്കിംഗ് ബ്രേക്സ്. അപ്പം അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പോൾ ചിലർക്ക് പ്രോജക്റ്റ് കംപ്ലീഷൻസേക്ക് അങ്ങനെയൊക്കെ വരുമ്പം അവർ കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റം യൂസ് ചെയ്യുമ്പം ദേ ദെംസെൽസ് വിൽ സ്റ്റാർട്ട് ഫീലിംഗ് ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു അബ്നോർമാലിറ്റി അവർക്ക് തന്നെ കണ്ണിൽ ഫീൽ ചെയ്യും. അങ്ങനെയാണ് അത് കൂടുതലും നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഈ ഗ്ലാസ്, ഇപ്പോൾ സിസ്റ്റം കൂടുതൽ സമയം IT ഫീൽഡിലുള്ളവരെ സംബന്ധിച്ച് പറയുമ്പോൾ കൂടുതൽ സമയം സിസ്റ്റം നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ്. എത്രത്തോളം പ്രൊട്ടക്ഷനുള്ള ഗ്ലാസ്സുകളുണ്ടാവും? അതിന് ദർ ആർ 2 schools of thoughts. ആക്ച്വലി നമ്മൾ ബ്ലൂറേ ഫിൽറ്റർ ഉള്ള ഗ്ലാസ്, പ്ലെയിൻ ഗ്ലാസ്, പവർ
ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പ്ലെയിൻ ഗ്ലാസ് വിത്ത് ബ്ലൂറേ ഫിൽറ്റർ ഉപയോഗിക്കാം. ഇറ്റ് ഫോംസ് എ കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ ഫോർ ദ അഗേൻസ്റ്റ് ദ സ്ക്രീൻ ഫോർ പീപ്പിൾ ഹു ആർ യൂസിങ് ദ സ്ക്രീൻ ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. പിന്നെ ഉള്ളത് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു യൂസ് ലൂബ്രിക്കൻസ്. അത് ഞാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പറയുമ്പം ഐ വിൽ ആഡ് ഓൺ. ഓക്കെ, നോ ഇഷ്യൂ. ഈ ഡ്രൈ ഐസ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ആദ്യം നമ്മൾ ഡ്രൈ ഐസ് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വി ഹാവ് ടു നോ ലൈക്ക് വെൻ എ പേഷ്യൻറ്റ് കംസ് ടു യു, നമ്മൾ വി ഹാവ് ടു ഇവാലുവേറ്റ് ദ പേഷ്യൻറ്റ്. വി ഹാവ് ടു ട്രൈ ടു ഫൈൻഡ് ദ കോസ് ഫോർ ഇറ്റ്. ഇപ്പം ഇഫ് ഇറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ അസോസിയേറ്റഡ് വിത്ത് സിസ്റ്റമിക് ഡിസീസസ് ആണെങ്കിൽ വി ഹാവ് ടു, ഇഫ് ചിലപ്പം നമ്മൾ നോൺ ഡയഗ്നോസ് സിസ്റ്റമിക് ഡിസീസസ് ആണെങ്കിൽ, ഇപ്പം ഓട്ടോഇമ്യൂൺ ഡിസീസസ്, വാദമൊക്കെ ആണെങ്കിൽ ദേ മൈറ്റ് കം ടു യു ഫസ്റ്റ്. ഇപ്പം അവരുടെ കണ്ണിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കാരണമായിരിക്കും അവർ വരുന്നത്. അപ്പം നമ്മൾ നമുക്ക് ഹിസ്റ്ററി ചോദിക്കുമ്പം അവർക്ക് വാദമുണ്ട്, ജോയിൻറ്റ് പെയിൻസ് ഉണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്. സോ നമ്മൾ ഇവാലുവേഷന് വിടും. അപ്പം ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസിന് വിടും. പിന്നെ സെയിം തിങ് അപ്ലൈസ് ടു ഇഫ് വിറ്റമിൻ ഡെഫിഷ്യൻസി സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ അഗെയിൻ സെൻഡ് ഫോർ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ്. അങ്ങനെ ഓരോരോ കാരണം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് വി കം ടു എ കൺക്ലൂഷൻ ദാറ്റ് ദിസ് പേഴ്സൺ ഹാസ് ഡ്രൈനെസ്. പിന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ ക്വാളിറ്റി ഓഫ് ടിയേഴ്സ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ടിയേഴ്സ് ഓൾസോ. അപ്പം അതിന് നമുക്ക് ടെസ്റ്റുകളുണ്ട് ചെയ്യാനായിട്ട്. ടിയർ ഫിലിം ബ്രേക്കപ്പ് ടൈം ടെസ്റ്റ് ഉണ്ട്, വിച്ച് നമ്മുടെ OPD ക്ലിനിക്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഫ്ലോറസീൻ ഡൈ ഡിസപ്പിയറൻസ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കൺപോളകളിൽ മെയ്ബോമിയൻ ഗ്ലാൻസ് ഉണ്ട്. അപ്പം മെയ്ബോമിയൻ ഗ്ലാൻസ് ഡിസ്ഫങ്ഷൻ നമുക്ക് കാണാനായിട്ടും ദർ ആർ സ്കാൻസ് അവൈലബിൾ ഇപ്പോൾ. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഇവാലുവേഷൻ, നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ദെൻ വി ഡിസൈഡ് ഓൺ വിച്ച് ഫോം ഓഫ് ട്രീറ്റ്മെൻറ്റ് ഷുഡ് ബി ഗിവൻ ടു ദ പേഷ്യൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ആൻഡ് മോഡിഫിക്കേഷൻ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ വൺ തിങ് ഇസ്, ആസ് വി ഓൾറെഡി സ്പോക്ക് അബൌട്ട് ഇസ് ഫ്രീക്വൻറ്റ് ബ്രേക്സ് ഡ്യൂറിങ് യൂസിങ് വെൻ യു യൂസ് എ സിസ്റ്റം ഓർ ഗാഡ്ജറ്റ്സ്. പിന്നെ അതിനുശേഷം ലൈക്ക് ഇഫ് പീപ്പിൾ വിത്ത് സിസ്റ്റമിക് ഡിസീസസ് ആണെങ്കിൽ, ഇപ്പം ഡയബറ്റീസ് ഉള്ള ആളാണെങ്കിൽ ദേ ഓൾവേസ് ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ ഡയബറ്റീസ് ഇസ് കെപ്റ്റ് അണ്ടർ കൺട്രോൾ. ഓക്കെ. പിന്നെ ഇപ്പം ലേസർ ട്രീറ്റ്മെൻറ്റ്, ലേസിക് ട്രീറ്റ്മെൻറ്റ്, റിഫ്രാക്റ്റീവ് സർജറീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിൽ ദേ ഷുഡ് ബി വെൽ ഇൻഫോംഡ് ദാറ്റ് ആ ഒരു പോസ്റ്റ് സർജറി ദേ ക്യാൻ ഹാവ് ദ റിസ്ക് ഓഫ് ഹാവിങ് ഇൻക്രീസ്ഡ് ഡ്രൈനെസ്. ദേ ഷുഡ് ബി വെൽ അവെയർ ഓഫ് ദാറ്റ്. പിന്നെ ഇപ്പം നമ്മുടെ എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് പറയുവാണെങ്കിൽ, ഇൻക്രീസ്ഡ് ഹ്യൂമിഡിറ്റി ഉള്ള ഏരിയാസ് ആണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ, വെൻ യു ഇൻക്രീസ് ദ ഹ്യൂമിഡിറ്റി it helps in preventing some amount of dryness. Okay. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പല അസുഖങ്ങൾ, ഇപ്പോൾ ഷുഗർ, ഡയബറ്റീസ്, BP, ഇതൊക്കെ കണ്ണുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്? വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ഡിസീസസ് നമ്മൾ കാണുന്നതാണ് ഡയബറ്റീസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ. ഈ രണ്ട് ഡിസീസസും have a very strong relationship with the eyes, because when your blood sugar is high, that affects the blood vessels of your, നമ്മുടെ കണ്ണിൻ്റെ രക്തക്കുഴലുകളെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് വൺസ് ഇത് രക്തക്കുഴലിനെ ബാധിച്ച് തുടങ്ങിയാൽ പിന്നെ the changes are irreversible. നമുക്ക് പിന്നെ പുറകോട്ട് നോക്കാൻ പറ്റില്ല. സോ ബെറ്റർ ഇസ് പ്രിവെൻഷൻ. അപ്പം നമുക്കിത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? സോ എവറി പേഴ്സൺ ഹൂ ഹാസ് ഡയബറ്റീസ്, it is better first thing to keep their sugars under control. അവർ കറക്റ്റായിട്ട് മെഡിസിനും കറക്റ്റ് ഫോളോ അപ്പ് വിത്ത് ദ ഡോക്ടർ, വിത്ത് ദർ ഇൻറ്റേർണൽ മെഡിസിൻ ഓർ ഫിസിഷ്യൻ. They have to keep their sugars under control. And once, if the sugar is a patient, diabetic patient, is a patient who has good control, at least once a year, അവർ eye evaluation, അല്ലെങ്കിൽ ophthalmological evaluation വരണം. And they have to undergo a detailed fundus examination. അതായത് retinal examination ആണ് നമ്മൾ ചെയ്യേണ്ടത്. If it's a patient whose sugars are not controlled, then once in 6 months, അവർ retinal evaluation ചെയ്യണം. ഇല്ലെങ്കിൽ more frequent than that. Because why we are telling they have to come for frequent follow-up is, if any changes start ചെയ്താൽ we have to catch on to that, and then we have to decide what kind of treatment to give to the patient, because if you don't do anything, the patient can lose their vision. ഈ ഡ്രൈ ആയിട്ട് ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്? ഡ്രൈ ആയിക്ക് നമുക്ക് ഇപ്പം ഡിഫറെൻറ്റ് മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പം അഗെയിൻ ഇറ്റ് കംസ് ടു ദ കോസ്
ഓഫ് ഡ്രൈനെസ്. ഇപ്പം ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ലൂബ്രിക്കൻസ് കൊടുക്കുന്നുണ്ട്, അഥവാ ആർട്ടിഫിഷ്യൽ ടിയേഴ്സ്. ഓക്കെ, അപ്പം പല ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ഉണ്ട്. അത് ഇറ്റ് വർക്ക്സ് ഓൺ ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ വാട്ട് ദ കോസ് ഓഫ് ദ ഡ്രൈ ഐ ഡിസീസസ്. അപ്പം ലൂബ്രിക്കൻസിന് ശേഷം പിന്നെ ഇപ്പം മേബോമിയൻ ഗ്ലാൻഡ് ഡിസ്ഫങ്ഷൻ ആണെങ്കിൽ നമുക്ക് അതിന് ഹീറ്റ് തെറപ്പി ഉണ്ട്. അപ്പം മാനുവൽ ഹീറ്റ് തെറപ്പി ഉണ്ട്, വാം കംപ്രസ് ഉണ്ട്. ഇല്ലെങ്കിൽ അതിനായിട്ട് വേറെ ഇൻറ്റൻസ് പൾസ് ഹീറ്റ് തെറപ്പി ഉണ്ട്, ലിപ്പിഫ്ലോ എന്ന് പറയും. ദീസ് ഓൾ ന്യൂ അഡ്വാൻസ്ഡ് വേസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഡ്രൈ ഐ ഡിസീസ്. പിന്നെ ഉള്ളത് നമുക്ക് പങ്ക്ടൽ പ്ലഗ്സ് ഉണ്ട്. വാട്ട് ഹാപ്പൻസ്, നമ്മുടെ കണ്ണിനകത്ത് പങ്ക്ടം ഉണ്ട്. അപ്പോൾ ഈ പങ്ക്ടം നമ്മൾ ഒക്ലൂഡ് ചെയ്യും യൂസിങ് പ്ലഗ്സ്. വൈ വി ഡു സോ ദാറ്റ് ദ ടിയേഴ്സ് ആർ റീറ്റെയിൻഡ് ഇൻസൈഡ് ദി ഐ. സോ ദിസ് ഈസ് ഓൾസോ വൺ ഫോം ഓഫ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഓട്ടോലോഗസ് സീറം ഉണ്ട്, ഓട്ടോലോഗസ് സീറം ഡ്രോപ്സ് ഉണ്ട്. പിന്നെ അല്ലാതെ പിന്നെ ഉള്ളത് കുറച്ചും കൂടെ ഹയർ ആയിട്ട് ഇപ്പം ന്യൂ FDA അപ്രൂവ്ഡ് ആയിട്ട് ലിഫിറ്റിഗ്രാസ്റ്റ് അല്ലെങ്കിൽ സീഡ്ര എന്ന് പറഞ്ഞ ഐ ഡ്രോപ്സ് ഉണ്ട്. അങ്ങനെ ദർ ആർ ഡിഫറെൻറ്റ് മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ലെവൽ ആൻഡ് ദ സ്റ്റേജ് ഓഫ് ഡ്രൈ ഐ ഡിസീസ് ആൻഡ് ദ റീസൺ ഓഫ് ഡ്രൈ ഐ ഡിസീസ്. ഓക്കെ. ഇപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കണ്ണിൽ, ഇപ്പോൾ പല ആളുകളുടെയും കണ്ണിൽ നോക്കിയാൽ നമ്മുടെ കൃഷ്ണമണിക്ക് പുറമെ ചില മാർക്കുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ മാർക്കുകളൊക്കെ കളയാൻ പറ്റുന്ന ഒന്നാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാർക്ക് വരുന്നത്? ഓക്കെ, ഇപ്പം നമ്മൾ ഒരാളുടെ കണ്ണിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഒരു ബ്രൗണിഷ് പിഗ്മെൻറ്റേഷൻ പോലെ കാണും. അതായത് ഇറ്റ് ഈസ് കോൾഡ് നേവസ്. ഓക്കെ, അത് നമുക്ക് നമ്മുടെ ശരീരത്തുള്ള ബർത്ത് മാർക്ക് പോലെ അല്ലെങ്കിൽ മോള് നേവസ് ആണ്. അതുപോലെ തന്നെ കൺജങ്ടൈവൽ നേവസ് ആയിട്ട് വരും. അപ്പം കൺജങ്ടൈവൽ നമുക്ക് നേവസ് വരാം, ഐലിഡിൽ നേവസ് വരാം. ഐ മീൻ ഡിഫറെൻറ്റ് ഐ പാർട്സിൽ നമുക്ക് നേവസ് വരാം. So once you have it, once you notice that you have a nevus, what you have to do is അത് നമ്മൾ എപ്പോഴും റെഗുലർ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. if it's increasing in size or if it's becoming more darker in intensity, അല്ലെങ്കിൽ thick ആവുന്നുണ്ട്, അല്ലെങ്കിൽ any other changes on it. ഓക്കെ, അപ്പം അത് നമ്മളിപ്പം ഒരു ലേമാന് നമ്മളിപ്പം മിററിൽ നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ചേഞ്ചസ് എന്തെങ്കിലും if it is there, അപ്പം then immediately you have to go to a doctor and get it evaluated. Okay, so because ഇപ്പം അതൊരു ഒരു ചേഞ്ചും ഇല്ലാണ്ട് മേ ബി യു വിൽ ഹാവ് ഇറ്റ് ഫോർ ഇയേഴ്സ് ടുഗെദർ, ദെൻ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. ബട്ട് ഇഫ് ദർ ആർ ചേഞ്ചസ് ഇൻ ഇറ്റ്, ദെൻ യു ഹാവ് ടു ഗോ ഇൻ ഫോർ ഇവാലുവേഷൻ. ചിലപ്പം നമ്മളത് റിമൂവ് ചെയ്ത് ബയോപ്സിക്ക് സെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ദിവസം സത്യത്തിൽ നമ്മുടെ കണ്ണിന് എത്ര സമയം നമ്മൾ റെസ്റ്റ് കൊടുക്കണം? ദാറ്റ് ഡിപ്പെൻസ്. ഇപ്പം നമ്മളിപ്പം ഡിപ്പെൻസ് ഓൺ യുവർ ഫോം ഓഫ് വർക്ക് ഓർ യുവർ മോഡ് ഓഫ് വർക്ക്. ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് യു ആർ എ പേഴ്സൺ ഹു യൂസസ് ദ സിസ്റ്റം, യു ഹാവ് ടു ഗിവ് ബ്രേക്സ് ആൻഡ് ഗിവ് റെസ്റ്റ് ടു യുവർ ഐ. ഇല്ലെങ്കിൽ നമുക്ക് ഡ്രൈനെസ് വരാം, അല്ലാതെ നമുക്ക് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം, ദാറ്റ് ഓൾസോ ഈസ് വൺ ഓഫ് ദ കോമൺ തിങ്സ് വിച്ച് ഇസ് സീൻ നൗ. അപ്പം ഫോർ എ പ്രൊലോങ്ഡ് പീരിയഡ് ഓഫ് ടൈം നമ്മൾ സിസ്റ്റം ഇല്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഐ മസിൽസ് ആർ കെപ്റ്റ് ഇൻ വൺ പൊസിഷൻ ഫോർ എ പ്രൊലോങ്ഡ് പീരിയഡ് ഓഫ് ടൈം. സോ ദാറ്റ് കോസസ് എ ലോട്ട് ഓഫ് സ്ട്രെയിൻ. ഓക്കെ, അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വി ഹാവ് ടു ഗിവ് ഫ്രീക്വൻറ്റ് റെസ്റ്റ് ടു ദി ഐസ്. അപ്പോൾ റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം അല്ല, ബട്ട് ഷോർട്ട് ബ്രേക്സ്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളാകുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ രാത്രി ഉറങ്ങാനായിട്ട് പോകുമ്പോൾ മൊബൈലും പിടിച്ചിട്ട് ഇരുട്ടത്ത് മൊബൈൽ നോക്കിയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വരുന്നത് എത്രത്തോളം ദോഷകരമാണ് കണ്ണിന്? അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. യു ഷുഡ് നെവർ ലുക്ക് അറ്റ്, ഈവൻ നമ്മൾ ബുക്ക് പോലും ഇരുട്ടത്ത് വായിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. സോ ആ മൊബൈലാണെങ്കിലും അതിൻ്റെ ആ ഒരു ലൈറ്റ്, ലൈക്ക് യുവർ സറൗണ്ടിങ് ഇസ് വെരി ഡാർക്ക് ആൻഡ് ആ മൊബൈലിൻ്റെ ഒരു വെളിച്ചം മാത്രമാണ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത്. ദാറ്റ് ഷുഡ് നോട്ട് ബി ഡൺ. ഇറ്റ് ഇസ് എ വെരി റോങ് മോഡ് ഓഫ് അല്ലെങ്കിൽ റോങ് വേ ഓഫ് പ്രാക്ടീസ് വിച്ച് ഷുഡ് ബി സ്റ്റോപ്ഡ് ആക്ച്വലി. ഓക്കെ, പിന്നെ പൊടിക്കാറ്റൊക്കെ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് പൊടിയൊക്കെ ഏറ്റവും കൂടുതൽ അടിക്കുന്നത് കണ്ണിലാണ്. അപ്പോൾ ഈ പൊടി അടിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്? പൊടി അടിക്കുന്നതുകൊണ്ട് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഒന്നാണ് ഡസ്റ്റ് അലർജി. യു വിൽ ഡെവലപ്പ് അലർജിക് കൺജങ്ക്ടിവൈറ്റിസ്. അതായത് ഡസ്റ്റ് കാരണം നമ്മുടെ കണ്ണിനകത്ത് അലർജിക് റിയാക്ഷൻ വന്നിട്ട് യു വിൽ ഗെറ്റ് കൺജങ്ക്ടിവൈറ്റിസ്, അതർവൈസ് ഇൻഫെക്ഷൻ ഇൻ ദി ഐസ്, ഇൻഫ്ലമേഷൻ ആൻഡ് ഇൻഫെക്ഷൻ ഇൻ ദി ഐസ്. അപ്പോൾ അങ്ങനെ വരുമ്പം ദെൻ നമുക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും കണ്ണിന്. പിന്നെ അത് ഇൻഫെക്റ്റഡ് ആയിട്ട് നമുക്ക് പഴുപ്പ് വരാം. ആൻഡ് ആ ചൊറിച്ചിൽ ഇറ്റ് ജസ്റ്റ് നമ്മൾ സാധാരണ നമുക്ക് കൺജങ്ക്ടിവൈറ്റിസ് അല്ലെങ്കിൽ ചെങ്കണ്ണ് വരുന്ന പോലെ ആയിരിക്കില്ല. ബിക്കോസ് ദിസ് സ്റ്റേസ് പ്രൊലോങ്ഡ്.
അത് അലർജിക് റിയാക്ഷൻ കാരണം വരുന്നതാണ്. പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പൊടിക്കാറ്റടിക്കുമ്പം ആ കാറ്റിനകത്ത് നോട്ട് ഓൺലി ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ദർ ക്യാൻ ബി അതർ സ്മോൾ മൈന്യൂട്ട് ഇപ്പം പീസസ് ഓഫ് പ്ലാസ്റ്റിക് ഓർ എനിത്തിങ്. അപ്പോൾ അതൊക്കെ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയിലോ ഇല്ലെങ്കിൽ കൺജങ്ക്ടൈവയിലോ പോയി തറച്ചിരിക്കാം. അപ്പോൾ അത് ദാറ്റ് ബിക്കംസ് ലൈക്ക് എ ഫോറിൻ ബോഡി. അപ്പം പിന്നെ നമുക്ക് അത് പിന്നെ നമ്മൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, കണ്ണ് ചുമന്ന് വരും, ഇൻഫെക്ഷൻ വരും, കണ്ണിൽ നിന്ന് വെള്ളം വരും. ദെൻ ഇറ്റ് ഹാസ് ടു ബി റിമൂവ്ഡ്. ആ ഫോറിൻ ബോഡി നമ്മൾ പിന്നെ അത് റിമൂവ് ചെയ്യണം, ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് റിമൂവ് ചെയ്യണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എന്ത് നമ്മുടെ കണ്ണിൽ പോയാലും ആദ്യം നമ്മൾ കണ്ണ് നല്ലോണം തിരുമ്മും. അത് നല്ലതാണോ? അല്ല, നമ്മൾ കണ്ണ് തിരുമാൻ പാടില്ല. കണ്ണിനകത്ത് ഇപ്പോൾ പൊടി പോയാലും ഇല്ലെങ്കിൽ ഇപ്പം ഫോറിൻ ബോഡി പോയാലും നമ്മൾ കണ്ണ് തിരുമ്പുമ്പം വി ആർ കോസിങ് മോർ ഡാമേജ്. നമ്മുടെ കൃഷ്ണമണിയിലാണെങ്കിൽ നമ്മളങ്ങനെ കണ്ണിങ്ങനെ തിരുമ്മി വരുമ്പം നമ്മൾ ആ കൃഷ്ണമണിക്ക് 6 ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഔട്ടർ ലെയറിന് നമ്മൾ ഡാമേജ് വരുത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ ഡ്യൂ ടു റബ്ബിങ്. പിന്നെ കുട്ടികളാവുമ്പം ഇപ്പം അലർജിക് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഫോർ എ പ്രൊലോങ്ഡ് പീരിയഡ് ഓഫ് ടൈം അവർക്ക് നമ്മളെപ്പോഴും കാണുന്നതാണ് സിവിയർ റബ്ബിങ് ഓഫ് ദി ഐസ്. കണ്ണിങ്ങനെ തിരുമ്മിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പം ദാറ്റ് ഈസ് ദ റിസ്ക് ഫാക്ടർ ഫോർ അതർ ഡിസീസസ്. നമുക്ക് കണ്ണിന് കൃഷ്ണമണിക്ക് കെററ്റോകോണസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അത് ഈസ് വൺ ഓഫ് ദ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ദാറ്റ് ഈസ് ഫ്രീക്വൻറ്റ് റബ്ബിങ് ഫോർ എ പ്രൊലോങ്ഡ് പീരിയഡ് ഓഫ് ടൈം വിച്ച് ഇസ് എസ്പെഷ്യലി സീൻ. അപ്പോൾ അത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന യങ്സ്റ്റേഴ്സിലാണ്, എസ്പെഷ്യലി ചിൽഡ്രൻ ഹൂ ഹാവ് ഹിസ്റ്ററി ഓഫ് അലർജി കൺജങ്ക്ടിവൈറ്റിസ് അഥവാ അലർജി. ഓക്കെ, അപ്പോൾ ഡ്രൈ ഐസിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വരാതിരിക്കാനായിട്ട്? ഒന്ന്, നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്യണം. നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വി ഹാവ് ടു മോഡിഫൈ ഇറ്റ്. പിന്നെ റെഗുലർ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ടിയേഴ്സ്, അതർവൈസ് ലൂബ്രിക്കൻസ്, എസ്പെഷ്യലി ഫോർ പീപ്പിൾ ഹു ആർ വർക്കിംഗ്. പിന്നെ ഉള്ളത് നമ്മുടെ ബ്ലിങ്കിങ് മെക്കാനിസം കുറയാതെ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ഹാവ് ആഡിക്വറ്റ് ബ്ലിങ്കിങ്. ഓക്കെ, നമ്മളെപ്പോഴും കണ്ണുകൾ അടച്ച് തുറന്നുകൊണ്ടേയിരിക്കുക, അതാണ് നമ്മുടെ കണ്ണിന് വേണ്ട ഏറ്റവും നല്ലൊരു കാര്യം. എന്തെങ്കിലും എക്സസൈസുകളുണ്ടോ? എക്സസൈസസ് നമ്മുടെ ഐ മൂവ്മെൻറ്റ്സിനുള്ള എക്സസൈസസ് ചെയ്യുന്നത് ഇസ് വെരി ഗുഡ്, നല്ലതാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു മസിൽ ബാലൻസിനും എല്ലാം. എന്നുവെച്ചാൽ ചില ആൾക്കാർക്ക് ഐ മസിൽ പ്രോബ്ലംസ് ഉണ്ടാവും, അവർക്ക് നമ്മൾ എക്സസൈസസ് അഡ്വൈസ് ചെയ്യാറുണ്ട്. സോ ഐ എക്സസൈസസ് ബേസിക്കലി ഐ മൂവ്മെൻറ്റ്സ് ആണ് ദാറ്റ് ഹാവ്സ് എഫക്റ്റ് ഓൺ ദി ഐ മസിൽസ് ആൻഡ് ഇറ്റ് ഈസ് ഗുഡ് ടു ഡു ഐ എക്സസൈസ്. ഓക്കെ, അപ്പോൾ കണ്ണുകളുടെ എക്സസൈസ് ഉണ്ടോ എന്ന് ആലോചിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, കണ്ണുകൾക്കും എക്സസൈസ് ഉണ്ട്. അതെല്ലാ ദിവസവും ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്തായാലും ഡോക്ടർ നമ്മളോടൊപ്പം ഇത്ര സമയം ഉണ്ടായിരുന്നു. റേഡിയോ ക്ലിനിക്കിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ തീരാനായിട്ട് പോവാണ്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ജെന്നിഫർ ജോസഫാണ്, ഒപ്തമോളജിസ്റ്റ്, NMC ഷാർജ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്, ഇനി നമ്മളുടെ ബസ്സുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ട ഒരു സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ റേഡിയോ ക്ലിനിക്കിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു സോ മച്ച്.